Hi guys, welcome to my YouTube channel and in this video, how to make or how to take notes. Note taking is an art. So let's tackle it together. So today I'm going to show you some of the important formats that I have been following for a long time. Okay, so let's go to the video. First of all, you should have a clear planning. You medium note. Either you can use tab or book or either A4 paper. ഞാൻ A4 പേപ്പറിലാണ് എൻ്റെ നോട്ട്സ് എഴുതുന്നത്. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ലെക്ചർ കണ്ട് നോട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ അറിയില്ല എങ്ങനെ ഒരു ഗുഡ് നോട്ട്സ് ഉണ്ടാക്കണം എന്നുള്ളത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണെങ്കിൽ ആദ്യം ഒരു 5 മിനിറ്റ് നിങ്ങൾ ലെക്ചർ കാണുക വിത്തൗട്ട് ടേക്കിംഗ് നോട്ട്സ്. ഓക്കെ, 5 മിനിറ്റ് ലെക്ചർ കാണുക. എന്നിട്ട് നിങ്ങളെ തന്നെ അസസ് ചെയ്യുക. ആ ലെക്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ചില ടീച്ചേഴ്സ് കാണും, നമുക്ക് അവരിങ്ങനെ കുറേ ബോർഡിൽ എഴുതുമായിരിക്കും, അല്ലെങ്കിൽ അവർ കുറേ എഴുതി വെക്കും പോയിന്റ്സ്, പക്ഷെ നമുക്കത് നോട്ട് എന്നുള്ളൊരു രൂപത്തിൽ നമുക്കത് നോട്ടാക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഗോ ഫോർ അനദർ ഫാക്കൽറ്റി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 5 ഫാക്കൽറ്റി മാറിയിട്ടുണ്ട് ഒരു സിംഗിൾ സബ്ജക്റ്റിന് വേണ്ടി. കാരണം എനിക്ക് നോട്ട് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് നോട്ട് അവരുടെ പഠിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് നോട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എനിക്കതിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് നിർത്തിയിട്ടുണ്ട്. സോ അതാണ് ഫസ്റ്റ് തിങ്. ദെൻ സെക്കൻഡ് തിങ്, സപ്പോസ് നിങ്ങൾ ബ്ലാക്ക് പെൻ വെച്ചാണ് നോട്ട് എഴുതുന്നത്. ഹെഡിങ്ങിന് ഫുൾ ക്യാപിറ്റൽ എഴുതുക. സബ് ഹെഡിങ് അല്ലെങ്കിൽ അടുത്ത അതിന് തൊട്ട് താഴെ ഉള്ളതിന് നിങ്ങൾ കുറച്ചും കൂടെ ആ ഫോണ്ട് സൈസ് കുറച്ച് എഴുതുക. അപ്പോൾ ലേറ്റർ ഓൺ റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഹെഡിങ് ജസ്റ്റ് പേപ്പർ നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഹെഡിങ്സ് വരുന്നതെല്ലാം ഒരേ ഫോണ്ട്, ഒരേ ഫോർമാറ്റ്. പിന്നെ വേറൊരു കാര്യമാണ് ഹൈലൈറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വെരി ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ GT ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒക്കെ ഉള്ളതിന് ഒരു ഹൈലൈറ്റർ തന്നെ ത്രൂ ഔട്ട് യൂസ് ചെയ്യുക. പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറഞ്ഞത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുകയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, അങ്ങനത്തെ എല്ലാത്തിനും വേറൊരു ടൈപ്പ് ഹൈലൈറ്റർ. അങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആ കളർ കോഡ് ഗ്രാജുവലി മനസ്സിലാക്കും. ഈ കളർ കോഡ് ഇന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോട്ട് തിരിക്കുമ്പോഴേ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ആ കളർ കോഡ് മനസ്സിലാക്കി ഓർമ്മ. നിങ്ങളിപ്പോൾ ആദ്യമൊക്കെ ഇത് കുറേ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഈ നോട്ട് ചെയ്യുന്നത് കുറേ ടൈം എടുക്കുമായിരിക്കും, പക്ഷെ അതിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നീട് അത് ഭയങ്കര ഈസി ആയിട്ടുള്ളതും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഫോർമാറ്റിലേക്ക് പോവുകയും ചെയ്യും. സോ തുടക്കം തന്നെ ഗിവ് അപ്പ് ചെയ്യരുത്. നല്ലൊരു നോട്ട് നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ എക്സാംസിനായാലും മുന്നോട്ടുള്ള പഠിത്തത്തിനായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ദെൻ തേർഡ് തിങ്, ഒത്തിരി പേര് പ്രിന്റഡ് നോട്ട്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതെല്ലാം പേഴ്സണൽ ആണ്, ഇതൊക്കെ സബ്ജക്റ്റീവ് ആണ്. പക്ഷെ എന്തൊക്കെ പ്രിന്റഡ് നോട്ട്സ് ഉപയോഗിച്ചാലും നിങ്ങൾ ഏതർ ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് അതിൽ ഒട്ടിക്കാൻ നോക്കുക. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിന് ഒരു ക്ലിയർ കട്ട് ഇമേജ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ അതുപോലെ നമ്മുടെ തലയിലോട്ട് കയറ്റാണ്. അതെപ്പോഴും നമുക്ക് വർക്ക്ഔട്ട് ആകണം എന്നില്ല, മറന്നു പോകാൻ പെട്ടെന്ന്. ആ ഒരു മറവി ഒഴിവാക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് നോട്ട് ടേക്കിംഗ് തന്നെ. ഫോർത്ത് തിങ്, ഓരോ സബ്ജക്റ്റിനും ഓരോ ഫോർമാറ്റിൽ നോട്ട് ഉണ്ടാക്കി പഠിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അനാറ്റമിയാണ് പഠിക്കുന്നത് നിൽക്കുക. അനാറ്റമി കുറച്ചും കൂടി കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആ ഒരു സബ്ജക്റ്റിൽ കുറച്ചും കൂടി പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ പിക്ചേഴ്സ്, ഡയഗ്രാംസ്, ഇതൊക്കെയാണ് നമ്മൾ നോട്ടിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ നോട്ട് ഒന്ന് കാണിച്ചു തരാം ഫോർ ജസ്റ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇതാണ് എൻ്റെ അനാറ്റമിയുടെ നോട്ട്സ്. ഇത് ന്യൂറോ അനാറ്റമിയാണ് ഞാൻ പഠിച്ചത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുറെ പാരഗ്രാഫ്സ് ആയിട്ട് നോട്ട് എഴുതുന്നതിന് പകരം ഇങ്ങനെ പിക്ചേഴ്സ് വരച്ചാണ് നോട്ട്സ് എഴുതുന്നത്. ഓക്കെ, പിക്ചേഴ്സ് എല്ലാം പിക്ചേഴ്സിലാണ് ഞാൻ, ഡയഗ്രാംസ്, പിക്ചേഴ്സ്, ഈ ഒരു രീതിയിലാണ് ഞാൻ അനാറ്റമിക്ക് നോട്ട്സ് എഴുതുന്നത്. അതുപോലെ തന്നെ ഇത് എന്റെ ഫാർമയുടെ നോട്ടാണ്. ഫാർമയിൽ പിക്ചേഴ്സ് അല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, പകരം ഞാനിങ്ങനെ കുറെ പാരഗ്രാഫ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് വെച്ച് അങ്ങനെയാണ് കുറെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ, ഇതൊക്കെ പേഴ്സണലാണ്. ഇപ്പം ഞാൻ എഴുതുന്ന ഒരു രീതിയിലായിരിക്കണം എന്നില്ല നിങ്ങൾ എഴുതുന്നത്, പക്ഷെ ഒരു ബേസിക് എല്ലാത്തിനും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത് നിർബന്ധമാണ്. ഓക്കെ, അതായത് അനാറ്റമിക്ക് കൂടുതൽ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഡയഗ്രാംസിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനത്തെ ഒരു രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫാർമയ്ക്കാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ, ഫാർമ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സോ നമ്മളത് കുറച്ച് നാൾ കഴിയുമ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫാർമ പഠിക്കുന്നത് ഓർക്കണം എന്നില്ല. അപ്പം ഞാൻ എന്താണ് ഫാർമയിൽ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ സാറ് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഡ്രഗ്സിൻ്റെ നെയിം ഞാൻ പ്രത്യേകം ഒന്നെങ്കിൽ ഏതർ ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലെങ്കിൽ ഞാൻ ഒരു കളർ മാറ്റി എഴുതി വെക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഫാർമയിൽ പാരഗ്രാഫ് എഴുതുന്നതിന് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈസി ആകും. സാർ അത് പറഞ്ഞ കാര്യം അതുപോലെ നോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം നമുക്ക് വീണ്ടും വീഡിയോ കാണുന്നില്ല, ഈ നോട്ട് തന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിന് പകരം ഇതിൽ നിന്ന് ചെറുതായിട്ട് എഴുതിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്ലോ ചാർട്ട് ആക്കി മാറ്റാം. കാരണം സെന്റൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫുൾ ഫോർമാറ്റ് നമ്മുടെ മനസ്സിലുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഡ്രഗ്സിന്റെ പേരൊക്കെ വായിക്കുമ്പോൾ ഓക്കെ ഇതൊക്കെയാണ് ഡ്രഗ്സ്, പക്ഷേ മെക്കാനിസം ഓഫ് ആക്ഷൻ ഭയങ്കരമായിട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്, ഫാർമയ്ക്ക് നിങ്ങൾ പാരഗ്രാഫ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഓരോ പോയിന്റ്സ് അങ്ങ് എഴുതുക. ഫിഫ്ത്ത് പോയിന്റ്, അതായത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് അത് എത്ര ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടോ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ
ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓൺ യുവർ നേറ്റീവ് ലാംഗ്വേജ്. ഇതിവിടെ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ഇറ്റ്സ് യുവർ പേഴ്സണൽ നോട്ട്സ്. സോ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ അത് എക്സ്പ്രസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ല. സോ അങ്ങനെയും കൂടി നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചാലും അതിൻ്റെ ലാസ്റ്റ് നിങ്ങളുടെ തന്നെ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ റിവിഷൻ്റെ സമയത്ത് ആ കൺക്ലൂഷൻ പാർട്ട് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് ഫുൾ വായിച്ച് നിങ്ങളുടെ സമയം പോകത്തില്ല. സോ ഇത്രയൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു നോട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കുറേ നിങ്ങൾ തന്നെ നോട്ട് എഴുതി നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെയാണ് ഞാൻ റിവിഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സിനാണ് അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ഇപ്പോൾ വരച്ചതായിക്കോട്ടെ, ഡയഗ്രാംസ് ആയിക്കോട്ടെ, ഫ്ലോ ചാർട്ട് ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പം ഫോർ മീ അനാറ്റമി അല്ലെങ്കിൽ ബയോകെമിസ്ട്രിയിലൊക്കെ എനിക്ക് ഫ്ലോ ചാർട്ട്സ് അല്ലെങ്കിൽ ഡയഗ്രാംസ് ആണ് കൂടുതൽ എനിക്ക് കത്തുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഫാർമയിൽ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ട മെക്കാനിസം ഓഫ് ആക്ഷൻസ് എല്ലാം എഴുതി കൺക്ലൂഷനിലാണ് ഞാൻ ഫ്ലോ ചാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ നോട്ട് എഴുതാനിരിക്കുമ്പം ജസ്റ്റ് ഒരു റഫ് പേപ്പറിലോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ജസ്റ്റ് ലെക്ചർ കേൾക്കുന്നു അതുകൊണ്ട് നോട്ട് ചെയ്താൽ അങ്ങനെ ഇരിക്കരുത്. നോട്ട് നിങ്ങൾക്ക് ത്രൂ ഔട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പെർമനൻ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ നോട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ എഴുതാനും നോക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. ബൈ എ സ്റ്റുഡൻറ്റ് ടു എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ബൈ.